ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവളെ സ്നേഹിച്ച് കൊല്ലാൻ പോന്നു. ഇനി ഇവിടെ നിന്നങ്ങോട്ട് അർച്ചനയെ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. രാജീവേട്ടന്റെ ഈ അവസ്ഥ അവരെയും കൂടി അറിയിക്കണ്ടേ? അല്ല, വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് രാജീവേട്ടൻ അങ്ങോട്ട് പോവാലോ. രാജീവേട്ടന്റെ ഫാമിലിയെ കുറിച്ച് ഇതുവരെ രാജീവേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് രാജീവേട്ടനോട് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. എന്നാലും ഇങ്ങനൊരു അവസ്ഥയില് അവരെ ഒന്നും അറിയിക്കാതിരിക്കുന്നത്. അല്ല രാജീവേട്ടാ, ഇത് നാളെ എന്നിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റമായിട്ട് മാറരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. രാജീവേട്ടന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ എന്തിനാണ് ഈ പിണക്കവും അകൽച്ചയെന്നൊക്കെ അറിയാനുള്ള അവകാശം ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കില്ലേ രാജീവേട്ടാ? എന്താ? രാജീവേട്ടൻ എന്തൊക്കെയായി ചോദിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ രാജീവേട്ടാ? ബ്ലഡ് റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. ലാബിൽ പോയത് കളക്ട് ചെയ്യണം. ശരി. ഒരു തരത്തിൽ പറഞ്ഞ ശിശിരയ്ക്കൊന്നും മനസ്സിലാവാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് കുറച്ച് സ്വസ്ഥത കിട്ടുമല്ലോ. തൽക്കാലത്തേക്ക് ഈ സ്വത്തുക്കൾ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും. സേതുമാധവന്റെ അന്തസ്സ് തീരുമാനിക്കുന്നതേ പണമല്ല. ഈ പണവും സ്വത്തുക്കളും കൊണ്ട് നീ ഒന്നും നേടാനും പോകുന്നില്ല. ഈ താക്കോല് ഞാൻ നിനക്ക് എന്നേക്കുമായിട്ട് തരുന്നതല്ല, തൽക്കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇതുപോലൊരു ദിവസം ഞങ്ങൾക്കും വരും. അന്നിവിടുന്ന് പടിയിറങ്ങാൻ പോകുന്നത് നീയായിരിക്കും. ഇനി എന്താണ് നമ്മുടെ പ്ലാൻ? ഇനിയാണ് മൂർത്തി നമ്മുടെ പ്ലാൻ തുടങ്ങാൻ പോകുന്നത്. അർച്ചനയുടെ ഈ തിരിച്ചുവരവോടെ ഒരു കാര്യം ബോധ്യായി. ഇതുവരെ കഴിഞ്ഞതൊക്കെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. ശരിക്കുള്ള പോരാട്ടം ഇനിയാ നടക്കാൻ പോന്നെ. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെയും മക്കളെയും തകർത്ത് തരിപ്പണമാക്കണം എന്നുള്ള എന്റെ ശപഥം ഞാൻ നിറവേറ്റി. എന്റെ ആജന്മശത്രുവായ അർച്ചനയെ ഇല്ലാതാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവള് വീട് വിട്ടിറങ്ങിപ്പോയപ്പോ ഒരു പരിധിവരെ അതിന് സാധിച്ചതുവാ. അല്ല, ഇനി എന്താ പേടിക്കാനുള്ളത്? തിരിച്ചു വന്നെങ്കിലും അവർക്ക് ഓർമ്മകളൊന്നുമില്ലല്ലോ. അവക്ക് ഓർമ്മയില്ല, അത് ശരിയാ. പക്ഷേ അവളെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റില്ല. സച്ചി ഇപ്പോഴും അർച്ചനയെ അന്വേഷിച്ച് നടക്കുകയാണ്. അത് തന്നെയാ ഞാൻ പറഞ്ഞ പ്രശ്നം. ഓർമ്മകളില്ലാത്ത അവസ്ഥയിലാണെങ്കിലും സച്ചി അവളെ കണ്ടുമുട്ടിയാൽ, അവര് തമ്മിൽ ഒന്നിച്ചു ചേർന്നാൽ അതവൾക്ക് സ്വർഗം കിട്ടിയതുപോലെയാവും. അവരെത്ര ഒരുമിച്ച് ചേർന്നാലും ഇനി മാഡത്തിനെ തോൽപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അവർ മാഡത്തിന് ഒരു ശത്രുവേ അല്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല മൂർത്തി. സച്ചിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൾ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നാലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അങ്ങനെ വന്നാൽ ആദ്യം അവള് നേരിടാൻ പോകുന്നത് എന്നെ തന്നെയായിരിക്കും. എന്താ, അങ്ങനെ സംഭവിച്ചൂടെ?
അങ്ങനെ സംഭവിച്ചാൽ അത് പ്രശ്നമാവും. അതിന്റെ കൂടെ ഒന്നുകൂടിയുണ്ട്. ആ വക്കീൽ പെണ്ണ ആരതി എപ്പോഴും അവന്റെ പിന്നാലെ തന്നെ നടപ്പാണ്. അവൾ എത്ര നടന്നാലും സച്ചി അവളുടെ വലയിലൊന്നും വീഴില്ല. അവനിപ്പോഴും അർച്ചന അർച്ചന എന്നുള്ള മന്ത്രം ജപിച്ചാണല്ലോ നടക്കുന്നത്. അവര് 3 പേരും കൂടി ഒരുമിച്ച് ചേർന്നാ അതൊരു വലിയ ശക്തിയാവും. അങ്ങനെ ഒരു ശക്തി ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. വഴിയുണ്ട്. ഇനി അവൾക്ക് ഓർമ്മ വന്നാ പോലും അർച്ചനയ്ക്കൊരിക്കലും സച്ചിയുടെ സ്വന്തം ആവാൻ കഴിയരുത്. മൂർത്തി, ശത്രുവിനെ ഇല്ലാതാക്കാൻ എപ്പോഴും 2 മാർഗങ്ങളാ ഉള്ളത്. വെട്ടിക്കൊല്ലണം, അല്ലെങ്കിൽ നക്കിക്കൊല്ലണം. എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് സ്നേഹിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലണം. മനസ്സിലായോ? ഇതിലിപ്പോ മാഡം എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലാൻ പോകുന്നു. ഇനി ഇവിടെ നിന്നങ്ങോട്ട് അർച്ചനയെ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും. വക്കീൽ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വളരെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനാ. ഇതെന്താ? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? ഇത് അച്ഛൻ എഴുതിയ? അതെ, വിൽപത്രം തന്നെയാ. അല്ല, ആരാ ഈ ഇന്ദു? എന്റെ മോളാണ്. മോളെന്ന് പറഞ്ഞ? ആ, വളർത്തു മകള്. ഞാനും അർച്ചനയും കൂടി അവള് ദത്തെടുത്തതാ. ഹോ, ആ, മരിക്കുന്നതിന് മുമ്പ് സച്ചിയുടെ അച്ഛൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച ഈ വിൽപത്രം മാത്രം മതി നമുക്ക് കേസ് ജയിക്കാൻ. ഇതുവരെ മുമ്പ് കേസ് വാദിച്ചിരുന്ന വക്കീല് എന്തുകൊണ്ടാ കോടതിയിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡോക്യുമെന്റിനെ കുറിച്ച് മുമ്പ് വാദിച്ചിരുന്ന വക്കീല് നിങ്ങളോട് സംസാരിച്ചിരുന്നില്ലേ? ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ ഡോക്യുമെന്റ് വെച്ച് ഒരു ക്രിമിനൽ കേസ് അവന്തികയുടെ പേരിൽ എന്നേ ചാർജ് ചെയ്യായിരുന്നു. മൈനറായ ഒരു കുട്ടിയുടെ പേരിൽ എഴുതിയ സ്വത്തുക്കളെ എഴുതി വാങ്ങുന്നത് ക്രിമിനൽ ഒഫൻസാ. ആ കേസിന്റെ ബലത്തില് നിങ്ങളുടെ സ്വത്ത് തർക്കത്തിന്റെ കേസ് നമുക്ക് ജയിക്കാൻ സാധിക്കും. അതങ്ങനെ? സച്ചിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കമ്പനിയും മറ്റു സ്വത്തുക്കളും എഴുതി വാങ്ങിയത് നിർബന്ധിച്ചോ ചതിച്ചോ ആണെന്ന് തെളിയിക്കാൻ നമുക്ക് ഈ ഡോക്യുമെന്റുകൾ മാത്രം മതി. അത് മാത്രമല്ല, മക്കൾക്ക് കൊടുക്കുന്നത് പോലെ മരുമക്കൾക്ക് അങ്ങനെ സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കമ്പനിയുടെ ഷെയറുകള് അവന്തികയ്ക്ക് വിറ്റു എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്.